അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. നിയന്ത്രണം നഷ്ടപ്പെട്ട തടിലോറി വൈദ്യുതി പോസ്റ്റിലിടിച്ച് തലകീഴായി മറിഞ്ഞ അപകടം. രണ്ടാർക്കര ടാങ്ക് കവലയ്ക്ക് സമീപം വെള്ളിയാഴ്ച രാത്രിയുണ്ടായ അപകടത്തിൽ ഈരാറ്റുപേട്ട സ്വദേശിക്ക് ദാരുണാന്ത്യം. മൂവാറ്റുപുഴ തേനി സംസ്ഥാന പാതയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട തടിലോറി വൈദ്യുത പോസ്റ്റിലിടിച്ച് തലകീഴായി മറിഞ്ഞുണ്ടായ അപകടത്തിൽ ലോറി സഹായിക്ക് ദാരുണാന്ത്യം. രണ്ടാർക്കര ടാങ്ക് കവലയ്ക്ക് സമീപം വെള്ളിയാഴ്ച രാത്രി 11 ഉണ്ടായ അപകടത്തിൽ ഈരാറ്റുപേട്ട സ്വദേശി കുഴിവേലിപ്പറമ്പിൽ അബ്ദുൾ ലത്തീഫാണ് മരിച്ചത്. കല്ലോട്കാട് നിന്നും മൂവാറ്റുപുഴ ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡരികില് വൈദ്യുത പോസ്റ്റിലിടിച്ച് തലകീഴായി മറിയുകയായിരുന്നു. അപകടത്തിൽ ലോറി ഡ്രൈവർ ഈരാറ്റുപേട്ട നടക്കൽ സ്വദേശി വെങ്കടശ്ശേരി മാഹിൻ VS നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് ലോറിക്കുള്ളിൽ കുടുങ്ങിയ അബ്ദുൾ ലത്തീഫിനെ മൂവാറ്റുപുഴ ഫയർഫോഴ്സ് എത്തി ക്രെയിൻ ഉപയോഗിച്ച് വാഹനം ഉയർത്തിയാണ് പുറത്തെടുത്തത്. ഗുരുതരമായി പരിക്കേറ്റ അബ്ദുൾ ലത്തീഫിനെ ഉടൻ തന്നെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് ഇവിടെ സ്ഥിരം അപകടമുണ്ടാകാൻ കാരണമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ടോറസ് ലോറി ഉൾപ്പെടെ അപകടത്തിൽപ്പെട്ട് 14 അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നും പ്രദേശവാസികൾ. ഇത് ചെയ്യേണ്ട രീതിയിലുള്ള റോഡ് പണിയല്ല നടന്നുള്ളത്. 7 മീറ്റർ DPR വഴി വന്ന റോഡ് 10 മീറ്റർ DPR മാറ്റി കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം ഈ അശാസ്ത്രീയമായ ഈ നിർമ്മാണത്തിൽ KSTPക്ക് മുഖ്യ പങ്കുണ്ടെന്ന് ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആയതിനാൽ ഇതിനൊരു എതിരെ ശക്തമായ ഒരു പ്രതിഷേധം തന്നെ ഈ നാട്ടിൽ വേണ്ടതാണ്. ഇപ്പോൾ ഇത് 14ാമത്തെ അപകടവും 4 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവമാണ്. അപ്പോൾ ഇവിടെ തന്നെ ഈ സംഭവം നടന്നിരിക്കുന്ന സ്ഥലത്ത് തന്നെ ഏകദേശം ഒരു 10-20 അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ടോറസ് വരെ മറിഞ്ഞിട്ടുള്ള സ്ഥലമാണ് അവിടെ. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, ആവൂലി പഞ്ചായത്ത് പ്രസിഡന്റ് വീടിൻ്റെ വാതിക്കലാണ് സംഭവം നടന്നുള്ളത്. ഇതുവരെ പഞ്ചായത്ത് പ്രസിഡന്റ് രംഗത്ത് വരികയോ ഇതിനെപ്പറ്റി അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. ഈ വളവ് നിവർത്താൻ വേണ്ടി ഇവിടെ ഞങ്ങൾ പ്രക്ഷോഭവും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി വച്ചതാണ്. ഇവിടെ അവർ ശരിയായ രീതിയിലല്ല ഈ റോഡ് നിർമ്മിച്ചേക്കുന്നത്. അപ്പോൾ ഈ വളവ് കാരണം കൊണ്ടാണ് ഇവിടെ ഇന്ന് അപകടം നടന്നത്. ഇവിടം വരെ അതൊരു കുഴപ്പമില്ല, മേല് വരെ കുഴപ്പമില്ല. ഇവിടം മുതലാണ് ഈ സാധനം ഇങ്ങനെ വന്നേക്കുന്നത്. ഇപ്പോൾ ആള് മരിച്ചു, ഇനി ഇവിടെ അപകടം നടക്കും. ഇനി ഇവിടെ ഒരുപാട് വീടിൻ്റെ മേളിലായിരിക്കും ഇനി വണ്ടി, അല്ലെങ്കിൽ ഈ വീടിൻ്റെ മേളിലായിരിക്കും. അതായത് ഒരു സിഗ്നൽ ലൈറ്റോ കാര്യങ്ങളോ സിഗ്നൽ ബോർഡുകളോ ഇതൊന്നും ഇല്ല. ലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ കുറേ ആൾ മനസ്സിലാവും. അതിൻ്റെ വെളിയിൽ പെട്ടെന്ന് വരുന്ന വണ്ടിക്കാർക്കൊന്നും ഈ റോഡിനെ കുറിച്ച് അത്രയും അറിയില്ല. പിന്നെ അതുപോലെ ഈ റോഡ് നിർമ്മിച്ചു വന്നു കഴിഞ്ഞപ്പോൾ സാധാരണ ഉണ്ടായാലും കയറ്റം കൂടി. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന അബ്ദുൾ ലത്തീഫിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പ്രദേശവാസികൾ ചേർന്ന മാഹിനെ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. Government aided degree honors programs in economics, Hindi, Malayalam, botany, zoology, physics, electronic systems and programming, chemistry, mathematics and BCom. Nirmala College, Muvattupuzha, Ernakulam. An inspiring journey into the future.